ചാരിറ്റബിൾ അഥവാ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഈ 2025 ബഡ്ജറ്റ് പ്രകാരം ചില ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾക്കറിയാം, എല്ലാ ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സെക്ഷൻ 12 രജിസ്ട്രേഷൻ എടുക്കുകയും അത് ഓരോ 5 വർഷം തോറും നമ്മൾ റിന്യൂ ചെയ്യേണ്ടതുമുണ്ട്, റെഗുലർ രജിസ്ട്രേഷൻ. പക്ഷേ അവിടെ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ചെറുതെന്ന് പറയുന്നത് കഴിഞ്ഞ 2 വർഷം, പ്രീവിയസ് 2 years എന്ന് പറയുന്നത് 5 കോടിയിൽ താഴെയാണ് നമ്മൾ ഗ്രോസ് റെസിപ്റ്റ്, ഡിഡക്ഷൻ മുമ്പാണെങ്കിൽ, ഡിഡക്ഷൻ എല്ലാം മുൻപുള്ള ഗ്രോസ് റെസിപ്റ്റ് എന്ന് പറയുന്നത് 5 കോടിയിൽ താഴെയാണെങ്കിൽ അത് ചെറിയ സ്ഥാപനങ്ങളായിട്ട് അവർക്ക് ശരിക്കും ഇനി തുടങ്ങി ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 10 വർഷത്തേക്ക് നമുക്ക് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്ത് കിട്ടും. ഓരോ 10 വർഷം തോറും നമ്മൾ റിന്യൂ ചെയ്താൽ മതി. അല്ലാതെ 5 കോടിയിൽ കൂടുതൽ ഗ്രോസ് റെസിപ്റ്റ് ഉള്ള ആൾക്കാർ പഴയതുപോലെ തന്നെ ഓരോ 5 വർഷം തോറും നമ്മൾ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് വന്നിരിക്കുന്നതിൽ ചില കാരണങ്ങളാൽ നമുക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പ്രൊവിഷനുണ്ട് കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിൽ. അതൊരു കാരണം പറയുന്നത്, നമ്മൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഡിഫക്റ്റീവ് ആണെങ്കിൽ, എന്തെങ്കിലും ഡിഫക്ട്സ് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ആ ചേഞ്ച് എന്ന് പറയുന്നതാണ്, എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നോട്ടീസ് അയച്ച് നമ്മൾ അറിയിക്കും. ആ ഡിഫക്റ്റ് ഇത്ര ദിവസത്തിനുള്ളിൽ കറക്റ്റ് ചെയ്യാൻ പറയും. ആ ദിവസത്തിനുള്ളിൽ നമ്മൾ കറക്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ എടുക്കുകയും പിന്നെ ആ പ്രശ്നമില്ലാതെ പോവുകയും ചെയ്യും. പിന്നെ മൂന്നാമതായിട്ട് വന്നിരിക്കുന്നത് സെക്ഷൻ 13(3) പറയും. അത് സ്പെസിഫൈഡ് പേഴ്സണ്, അതായത് ഓത്തർ ഓഫ് ദി ട്രസ്റ്റ്, അല്ലെ നേരത്തെ പഴയ ക്ലോസ് പ്രകാരം 50,000 രൂപയിൽ കൂടുതൽ ഇൻകം എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കും, ട്രസ്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ, അവരൊക്കെ സ്പെസിഫൈഡ് പേഴ്സൺ എന്ന് പറയും. ആ ഡെഫിനിഷൻ മാറ്റി അത് ഇനി 50,000 എന്നുള്ളത് 1,00,000 രൂപയാക്കി. 1,00,000 അതായത് കൂടുതൽ എമൗണ്ട് കൊടുത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇതുവരെ അക്യുമുലേറ്റഡ് കോൺട്രിബ്യൂഷൻ, അതായത് ഇതുവരെയുള്ള കോൺട്രിബ്യൂഷൻ ടോട്ടൽ നോക്കുമ്പോൾ 10 ലക്ഷത്തിൽ കൂടുതൽ വരികയാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് സ്പെസിഫൈഡ് പേഴ്സൺ എന്ന് പറയുക. അവരെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേണിലും ഓഡിറ്റ് റിപ്പോർട്ടിലും കാണിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഈ ചേഞ്ചസ് വന്നിരിക്കുന്നത്. ഇതാണ് പ്രധാനമായി ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനെ ബാധിക്കുന്ന ചേഞ്ചസ്. നന്ദി.